അതായത് നമ്മളിപ്പോൾ ഒരു ശീലം സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഗുഡ് ഹാബിറ്റ് ആണെങ്കിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. മറിച്ച് അതൊരു ബാഡ് ഹാബിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. എന്താല്ലേ? അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങളുടെ ഐഡൻറ്റിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങളുടെ ഐഡൻറ്റിറ്റി നല്ല ഹാബിറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. ഇവിടെ ഞാൻ നല്ല ഹാബിറ്റ് എന്ന് സ്പെസിഫൈ ചെയ്താണ് പറഞ്ഞിരുന്നത്. അതിനൊരു റീസൺ ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ശീലം സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഗുഡ് ഹാബിറ്റ് ആണെങ്കിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. മറിച്ച് അതൊരു ബാഡ് ഹാബിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. എന്താല്ലേ? ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ഒരു നല്ല ശീലം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു മോട്ടിവേഷൻ ആവശ്യമാണ്. മറിച്ച് ഒരു ബാഡ് ഹാബിറ്റ് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കറക്റ്റ് വേ ഓഫ് അപ്രോച്ചും നമുക്ക് ആവശ്യമാണ്. ഒരു ബിഹേവിയർ ചേഞ്ചിന് പ്രധാനമായിട്ടും 3 ലെയേഴ്സാണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ചേഞ്ചിങ് യുവർ ഔട്ട്കംസ്. ഇത് പൊതുവേ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ വെയിറ്റ് കുറയ്ക്കുക, അല്ലെങ്കിൽ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുക, അതും അല്ലെങ്കിൽ ഒരു ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുക ആൻഡ് സോ ഓൺ. നമ്മൾ പൊതുവെ ഒരു ഹാബിറ്റ് സെലക്ട് ചെയ്യുന്നത് ഈ ഒരു ലെയറിൽ നിന്നുകൊണ്ടാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ചേഞ്ചിങ് ദ പ്രോസസ്സ്. ഇത് ഒരു ഗോളുമായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുള്ളൊരു സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഒരു ബെറ്റർ സിസ്റ്റം ചൂസ് ചെയ്യുന്നതിലൂടെ നമുക്കൊരു ബെറ്റർ റിസൾട്ടും പോസിബിളാണ്. സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. മൂന്നാമത്തേതെന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ചേഞ്ചാണ്. ഇത് ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ളൊരു ലെയറാണ്. അതായത് നിങ്ങളുടെ സെൽഫ് ബിലീഫിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ലെയർ എന്ന് പറയുന്നത്. ഇതിനെ നമ്മളൊന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ, ഔട്ട്കം എന്ന് പറയുന്നത് എന്താണോ നിങ്ങൾക്ക് ലഭിക്കുന്നത്, പ്രോസസ്സ് എന്ന് പറയുന്നത് അതിനായിട്ട് നിങ്ങൾ ചെയ്യുന്നതും, ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അതിലുള്ള നിങ്ങളുടെ വിശ്വാസവുമാണ്. ഇനി നിങ്ങൾക്കൊരു ബിഹേവിയർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലെയറിൽ ഏത് ഡയറക്ഷനിൽ സഞ്ചരിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തത തരാനായിട്ട് നമുക്കൊരു സിറ്റുവേഷൻ നോക്കാം. 2 പേര് സ്മോക്കിംഗ് നിർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം ഒരാൾ അവർക്കൊരു സിഗരറ്റ് ഓഫർ ചെയ്തു. അപ്പോൾ അതിൽ ഫസ്റ്റ് പേഴ്സൺ പറഞ്ഞു, വേണ്ട, ഞാൻ സ്മോക്കിംഗ് നിർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. സെക്കൻഡ് പേഴ്സൺ പറഞ്ഞു, വേണ്ട, ഐ എം നോട്ട് എ സ്മോക്കർ. ഇവിടെ എന്തെങ്കിലും വ്യത്യാസം ശ്രദ്ധിച്ചായിരുന്നു? ഇവിടെ 2 പേരും ഒരേ ബിഹേവിയറാണ് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഇതിൽ ഫസ്റ്റ് പേഴ്സൺ ഔട്ട്കം ബേസ് ചെയ്തിട്ടാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. നിർത്താൻ ശ്രമിക്കുകയാണ് എന്ന് പറയുന്നതിലൂടെ താനൊരു സ്മോക്കർ ആണെന്നുള്ളൊരു ബോധ്യം അയാൾക്കുണ്ട്. എന്നാൽ സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ബേസ്ഡ് ആണ്. താനൊരു സ്മോക്കർ അല്ല എന്ന് പറയുന്ന ഒരു സത്യം സ്വയം പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഒരു പ്രൈഡ് അയാളെ തുടർന്നും ആ ഒരു ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്നതിലേക്ക് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഹാബിറ്റ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തിനെയാണ് ആദ്യം മാറ്റേണ്ടത്. നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന് കഴിയുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മളൊരു ബുക്ക് വായിക്കാനാണ് സെറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടി എഫക്റ്റീവ് എന്ന് പറയുന്നത് നിങ്ങളൊരു റീഡർ ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്നതായിരിക്കും. ഇനി ഒരു ഇൻസ്ട്രുമെൻ്റ് ലേൺ ചെയ്യുന്നതാണ് നിങ്ങളുടെ ഗോളെന്ന് വിചാരിക്കുക. അതിനേക്കാളും കുറേ കൂടി എഫക്റ്റീവ് എന്ന് പറയുന്നത് ഒരു മ്യൂസീഷ്യൻ ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്നതായിരിക്കും. ഇങ്ങനെ ചെയ്യുന്നതിനുള്ള ഗുണം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും കഷ്ടപ്പെട്ട് മാറേണ്ടി വരില്ല, നമ്മൾ തന്നെ ഇഷ്ടപ്പെട്ട് മാറിക്കോളും. ഇനി നമുക്ക് ഐഡൻറ്റിറ്റി എങ്ങനെയാണ് ഫോം ആവുന്നതെന്ന് നോക്കാം. നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ഹാബിറ്റിൽ നിന്നാണ് ഫോം ആവുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾ എല്ലാ ദിവസവും എഴുന്നേറ്റ് നിങ്ങളുടെ ബെഡ് നീറ്റായിട്ട് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു ഓർഗനൈസ്ഡ് പേഴ്സണായി. അതേപോലെ തന്നെ നിങ്ങൾ എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു അത്ലറ്റിക് പേഴ്സണുമായി. ഇവിടെ നമ്മളൊരു ഹാബിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നതോറും അത് നമ്മുടെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പ്രൂഫുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മുടെ മൈൻഡ് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതായത് ഇപ്പോൾ നമ്മൾ എല്ലാ ആഴ്ചയിലും ഏതെങ്കിലും ഒരു ആരാധനാലയത്തിൽ പോവുകയാണെങ്കിൽ നമ്മളൊരു വിശ്വാസിയായി. അതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു വിഷയം 1 മണിക്കൂർ വെച്ച് ഡെയിലി വായിക്കുകയാണെങ്കിൽ നമ്മൾ പഠനത്തിൽ താല്പര്യമുള്ളൊരു വ്യക്തിയായി. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു പ്രൂഫുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ മൈൻഡ് അത് അക്സെപ്റ്റ് ചെയ്യുകയും ആ ഒരു ചേഞ്ച് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യുള്ളൂ. ഇനി ബാഡ് ഹാബിറ്റാണ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങളുടെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമായിട്ട് മാറുന്നതാണ്. ഇതൊരു ഇലക്ഷൻ പോലെയാണ്. ഇവിടെ മെജോറിറ്റിക്കാണ് പ്രാധാന്യം. നിങ്ങളൊരു ടൈം പീരീഡിൽ ചെയ്യുന്ന ഗുഡ് ആൻഡ് ബാഡ് ഹാബിറ്റ്സ് എടുത്ത് നോക്കിയിട്ട് ഇവിടെ ഏതിനാണോ മെജോറിറ്റി അതായിരിക്കും നിങ്ങളുടെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമായിട്ട് മാറാൻ പോകുന്നത്. ഒരു കാര്യം ഓർക്കുക, ഇഫ് നത്തിങ് ചേഞ്ചസ് നത്തിങ് ഈസ് ഗോയിങ് ടു ചേഞ്ച്. ഇനി നിങ്ങൾക്ക് ഐഡൻറ്റിറ്റി ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ആദ്യം ഡിസൈഡ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഐഡൻറ്റിറ്റിയാണ് വേണ്ടതെന്ന് ഫസ്റ്റ് ഡിസൈഡ് ചെയ്യുക. ഒരു ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഒരു ഹെൽത്തി പേഴ്സൺ ആയിട്ടാണ് മാറേണ്ടത് എന്നുണ്ടെങ്കിൽ ആ ഒരു മേഖലയിൽ അതേപോലെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ടുള്ള
ഫിറ്റ്നസ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പേഴ്സണെ റെഫറൻസ് ആയിട്ട് എടുക്കുക. എന്നിട്ട് ആ ഒരു ആളെ പോലെ ബിഹേവ് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ഒരു ഔട്ട്കം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് വേണ്ട ഐഡൻറ്റിറ്റിയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു പേഴ്സണെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പേഴ്സണെ പോലെ ആക്ട് ചെയ്യുക. അതായത് ഇപ്പോൾ ആദ്യം പറഞ്ഞ പോലെ നിങ്ങളൊരു ഹെൽത്തി പേഴ്സണെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ ഒരു പേഴ്സൺ ഒരു ഡേ എങ്ങനെയായിരിക്കും സ്പെൻഡ് ചെയ്യുക എന്ന് ചിന്തിക്കുക. ഒരു ഉദാഹരണത്തിന്, ആ ഒരു വ്യക്തി ഒരു ദിവസം ജങ്ക് ഫുഡായിരിക്കും പ്രിഫർ ചെയ്യുക, അതോ വെജിറ്റബിൾ സാലഡ് ആയിരിക്കും പ്രിഫർ ചെയ്യുക. ഇപ്പോൾ കുറച്ച് ദൂരം നടക്കാനുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നടന്നു പോകാനാണോ ശ്രമിക്കുക, അതോ ക്യാബ് വിളിക്കാനായിരിക്കും ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതിൽ നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്ന വഴി സെലക്ട് ചെയ്യുക. അങ്ങനെ അത് ഫോളോ ചെയ്യുന്നതിലൂടെ ആ ഒരു ഐഡൻറ്റിറ്റിയും ക്രമേണ നിങ്ങളുടെ ഭാഗമായിട്ട് മാറുക തന്നെ ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ എങ്ങനെ നല്ല ശീലങ്ങൾ ബിൽഡ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ ഇത്രയും നേരം നിങ്ങളുടെ സമയം ഇവിടെ സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദി. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നതായിരിക്കും.